ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നഗരക്കാഴ്ച കാണാനായിട്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ ഒന്ന് പോകാൻ തീരുമാനിച്ചു. ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഞങ്ങൾ ഈ നഗരക്കാഴ്ച കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ബസ് എത്തിയിട്ടുണ്ട്. നഗരക്കാഴ്ച കാണാനായിട്ട് ബസ്സിലോട്ട് ഞങ്ങൾ കയറുക. അങ്ങനെ നഗരക്കാഴ്ച കാണാനായിട്ട് ബസ്സിൽ കയറി ഇത് ഈസ്റ്റ് പോർട്ട് നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബസ് മൂവ് ചെയ്തു. ഡബിൾ ഡെക്കർ കൊണ്ട് നമ്മുടെ വലതുവശത്തായി കാണുന്നതാണ് നമ്മുടെ ഭരണസിരാ കേന്ദ്രം. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസാണ് വലതുവശത്തായി കാണുന്നത്. ഇത് തിരുവിതാംകൂർ രാജവംശം അവരുടെ മാസത്തിലൊരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാർ ഹാളാണ് ഇന്ന് സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നത്. 1865 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1869 നിർമ്മാണം പൂർത്തിയായ ഈ ദർബാർ ഹാളിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നമ്മുടെ തൊട്ടിടതുവശത്തായി കാണുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി കോളേജ്. നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണനും ചിത്രകാരനായ രാജാ രവിവർമ്മയൊക്കെ പഠിച്ചിറങ്ങിയ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി കോളേജാണ്. ആ ഗേറ്റിന് മുന്നിലാണ് നമ്മുടെ കമ്മീഷൻ സിനിമ ചിത്രീകരിച്ചത്. അതിനകത്ത് സുരേഷ് ഗോപി സാറ് ലാത്തി ചാർജിന് ഓർഡർ ഇടുന്ന ആ രംഗമൊക്കെ ചിത്രീകരിച്ചത് അവിടെയാണ്. അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്ന ഹാളാണ്. ഈ കെട്ടിടത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതേ രീതിയിലുള്ളത് ഇപ്പോൾ മഹാത്മാഗാന്ധി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. വലതുവശത്തായി അതിപുരാതനമായ ഒരു മാർക്കറ്റ് ആണ് കന്നിമേരി മാർക്കറ്റ്. ഇടതുവശത്തായി രക്തസാക്ഷി മണ്ഡപം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവരുടെ പാവന സ്മരണയ്ക്കായി നിർമ്മിച്ച ഒന്നാണ് രക്തസാക്ഷി മണ്ഡപം. വലതുവശത്തായി പാളയം ചർച്ച്. ഇതിന്റെ ആകാശ കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയാണുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തർക്ക് ഏറ്റവും അധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു ചർച്ചാണ്. ഇടതുവശത്തായി സ്റ്റേഡിയം. പോലീസ് സേനയിലെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ മീറ്റ്സൊക്കെ നടക്കുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇടതുവശത്തായി കേരള നിയമസഭാ മന്ദിരമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മുടെ MLA-മാരൊക്കെ ബജറ്റ് സമ്മേളനമൊക്കെ കൂടുന്ന നിയമസഭാ മന്ദിരം മുൻകാലങ്ങളിൽ സെക്രട്ടേറിയറ്റിനുള്ളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പുതിയ ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചതോടുകൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും തൊട്ടടുത്തായി നിയമസഭാ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് കാണാൻ കഴിയുന്നത്. 5 സ്റ്റാർ റേറ്റിംഗിലൊക്കെയുള്ള മസ്കറ്റ് ഹോട്ടലാണ് ഇടതുവശത്തായി കടന്നുപോയത്. തൊട്ടുമുന്നിൽ ഇടതുവശത്തായി സത്യമാഷ് അന്തിയുറങ്ങുന്ന സ്ഥലമാണ് ഇടതുവശത്തായി കടന്നുപോയത്. CSI ചർച്ച്, തികച്ചും പാറകൾ കൊണ്ട് നിർമ്മിച്ച CSI ചർച്ച്. നഗരസഭാ കാര്യാലയം, കോർപ്പറേഷൻ ഓഫീസ്, നമ്മുടെ മേയറുടെ ഓഫീസാണ് വലതുവശത്തായി കടന്നുപോയത്. ഇപ്പോൾ നഗരമാതാവാണ് നമുക്കുള്ളത്. സൂം കടന്നു പോകാനുള്ള പ്രവേശന കവാടമാണ്. തിരുവനന്തപുരത്തിന്റെ മ്യൂസിയത്തെ നാപ്പിയർ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ഫ്രാൻസിസ് നാപ്പിയറിന്റെ ഓർമ്മയ്ക്കായി തിരുവിതാംകൂർ രാജവംശം നാപ്പിയർ മ്യൂസിയം എന്നത് ഓഫീസുകളുടെ എല്ലാം കേന്ദ്രം എന്ന് പറയാൻ പറ്റുന്ന പബ്ലിക് ഓഫീസ്. ശ്രീനാരായണ ഗുരു പാർക്കാണ് വലതുവശത്തായി കാണുന്നത്. അതിന് തൊട്ടടുത്തായി ക്യാപ്റ്റൻ ലക്ഷ്മിഭായിയുടെ പേരിൽ അറിയപ്പെടുന്ന കുട്ടികളുടെ പാർക്കാണ് വലതുവശത്തായി കാണുന്നത്. തൊട്ടിടതുവശത്തായി കനവ് കന്ന് കൊട്ടാരം.
തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച ഒരു മുതൽക്കൂട്ടാണ്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെത്തിയിരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാര സദൃശ്യമായി നിർമ്മിച്ച ഒന്നാണ് കനകക്കുന്ന് കൊട്ടാരം. ഇന്ന് ഒരുപാട് സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. ഈ തൊട്ടടുത്ത് നടന്ന ട്രിവാൻഡ്രം കാർണിവൽ ഇവിടെ വെച്ചാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്തിന് മാനവീയ വേദിയാണ് വലതുവശമായി കാണുന്നത്. അംബാനിയുടെ വീട്ടിന്റെ അതേ മാതൃകയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ്. പോലീസിന്റെ അതീവ സുരക്ഷയിലുള്ള ഗവർണറുടെ വസതി. വലതുവശത്തായി മൻമോഹൻ ബംഗ്ലാവാണ് കാണാൻ കഴിയുന്നത്. ടെന്നീസ് കോർട്ട്, നിറഞ്ഞു നിൽക്കുന്ന കവടിയാർ. അതുകൊണ്ട് തന്നെയാണ് കവടിയാർ കൊട്ടാരം ഇവിടെ നിർമ്മിക്കാൻ അവർക്ക് പ്രചോദനം ഏകിയതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. നമ്മുടെ തൊട്ടു മുന്നിൽ കാണുന്ന കവാടമാണ് കവടിയാർ കൊട്ടാരത്തിന്റെ പ്രവേശന കവാടം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജമുദ്രയായ ശംഖുമുദ്ര പതിപ്പിച്ച നിലവിലെ രാജകുടുംബാംഗങ്ങൾ വസിക്കുന്ന 100-ൽ പരം മുറികളുള്ള കവടിയാർ കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാളയം ജുമാ മസ്ജിദാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ വളരെയധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. തൊട്ടടുത്തായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വിനായക ക്ഷേത്രമാണ്. ഇത് പിറകിലായിട്ട് നമുക്കൊരു ക്രിസ്തീയ ദേവാലയം അറിയപ്പെടുന്നത് പെരിയാർ, പമ്പ, നിള, കാവേരി അങ്ങനെ നദികളുടെ പേരിൽ അറിയപ്പെടുന്ന MLA-മാരുടെ റെസ്റ്റ് ഹൗസ് ആണ്. വലതുവശത്തായി ശംഖുമുദ്ര നെറുകയിലേറ്റ് തലയുയർത്തി നിൽക്കുന്നു കേരള സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതി സർട്ടിഫിക്കറ്റിനായി സമീപിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് അങ്ങനെ നഗരക്കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഈസ്റ്റ് പോർട്ട് നോർത്തിൽ തന്നെ എത്തിച്ചേർന്നു. വളരെ മനോഹരമായിരുന്നു. ഓരോ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. നമുക്കറിയാത്ത പലതും നമുക്ക് ഈ യാത്രയിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കേ. അങ്ങനെ നമ്മുടെ നഗരയാത്ര ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും.